ഗവർണർക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം ഗവർണർ അട്ടിമറിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നിയമ സെക്രട്ടറി സുനിൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള മുൻ സർക്കാരിന്റെ നിർദ്ദേശം ഗവർണർ അട്ടിമറിച്ചു എന്നാണ് ഇപ്പോൾ ഉയർത്തുന്ന ആക്ഷേപം. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ ആ സമയത്ത് നൽകിയ നിർദ്ദേശം അത് പാടെ ഒഴിവാക്കി, അത് അട്ടിമറി നടത്തിയെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഗവർണർക്കെതിരെ ഉയർത്തിയിരിക്കുന്ന പുതിയ ആക്ഷേപം, ആരോപണം. വിവരങ്ങൾ എന്താണ്? പ്രജിൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന എ ഷാജഹാൻ മാർച്ച് 31 വിരമിക്കുന്നതിന് മുമ്പാണ് പുതിയ നിയമനത്തിന് അന്നത്തെ LDF സർക്കാർ ഒരുങ്ങിയത്. നിയമ സെക്രട്ടറിയായ സനൽകുമാറിനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശുപാർശ ചെയ്തത്. ഗവർണർ നിയമനം അംഗീകരിക്കുമ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരിക. എന്നാൽ നിയമനത്തിനുള്ള ഉത്തരവ് രാജ്ഭവനിലേക്ക് അയച്ചപ്പോൾ ഗവർണർ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയായിരുന്നു. നിയമന ഉത്തരവിന് മായി ബന്ധപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ഫോറം നൽകിയ പരാതിയെ തുടർന്നാണ് ഗവർണർ ഈ ഫയലിൽ ഒപ്പിടാതെ മാറ്റിവെച്ചത്. പിന്നീട് ഹൈക്കോടതിയുടെ സമ്മതപത്രവും ഗവർണർ ലോക്ഭവനിൽ നിന്ന് ആവശ്യപ്പെട്ടു. അതും സമർപ്പിച്ചെങ്കിലും നിയമനം നടത്താൻ ഗവർണർ കൂട്ടാക്കിയില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോൾ ഗവർണർ നിർദ്ദേശപ്രകാരം പുതിയ പേര് നിർദ്ദേശിക്കാൻ UDF സർക്കാർ ഒരുങ്ങുകയാണ്. അപ്പോൾ നേരത്തെ LDFന്റെ കാലത്ത് നടത്തിയ നിയമനം ഗവർണർ അംഗീകരിക്കാത്തതുകൊണ്ട് നടന്നില്ല. അതല്ലാണ് ഇപ്പോൾ പ്രതിപക്ഷം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ശരി, ആർ ശ്രീത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.